നമുക്കിന്നൊരു മേക്കപ്പ് ലുക്ക് നോക്കാം. മേക്കപ്പ് ലുക്ക് എന്ന് വെച്ചാൽ സിമ്പിൾ മേക്കപ്പ് ലുക്ക് അല്ല, ഒരു ഇത്തിരി ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഒരു മേക്കപ്പ് ലുക്ക്. ആദ്യം തന്നെ ഞാൻ മുഖം വാഷ് ചെയ്തിട്ട് ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നേ. അക്വാ ലെൻസിൻ്റെ സ്റ്റോമി ഗ്രേ എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ലെൻസ് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒത്തിരി ലൈറ്റ് അല്ലാത്ത ഒരു ഷെയ്ഡ് നോക്കിയാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ ഫേസ് സെറമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മിനിമലിസ്റ്റിൻ്റെ നിയാസിനമൈഡ് സെറമാണ്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പണ്ട്. ഇപ്പം ഞാൻ വേറെ ഓയിൻമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഇതങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇന്ന് കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് അത് തീർന്നു പോയി ഞാൻ അറിഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ ഈ പോൺസിൻ്റെ ലൈറ്റ് ജെല്ലാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ കുറേ വർഷം കൊണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ. ഒട്ടും ഗ്രീസി ആവാതെ ഓയിലി ആക്കാതെ നമ്മുടെ മുഖത്തെ അടിപൊളിയായിട്ട് വെക്കും. ഞാൻ എന്ത് മോയ്സ്ചറൈസർ ഇട്ടാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓയിലി ആവുന്നുണ്ട്. കുറേ നാളായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഒത്തിരി ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് രണ്ടും ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10-15 സെക്കൻഡ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇത് ഒരു ഡേ ഫംഗ്ഷനാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അത് ഉച്ച സമയത്ത് നമുക്ക് ഒത്തിരി ട്രാവൽ ചെയ്തിട്ട് വേണം ആ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. എൻ്റെ കോളേജിലോട്ടായിട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓയിൻമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാതെ അങ്ങനെ സൂര്യൻ്റെ ഡയറക്റ്റ് വെട്ടം അടിക്കാൻ പറ്റത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി ഈ കാണിക്കുന്ന സ്റ്റെപ്പ് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കൊന്നും മനസ്സിലാവാത്ത തരം ഒരു സ്റ്റെപ്പാണ്. ഇത് ഞാൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്. അതാണ് ഞാൻ കളർ കറക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ കൺസീലർ ഇടുമ്പോൾ ഗ്രേ ആയി പോകുന്ന പ്രശ്നമുള്ളവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. ഇച്ചിരി ഡാർക്കായിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഉണ്ടെങ്കിൽ ഇത് ഒന്ന് ഇട്ടിട്ട് കൺസീലർ ഇടുക എന്നുണ്ടെങ്കിൽ ആ ഗ്രേ ഷെയ്ഡ് വരില്ല. ഞാൻ എൻ്റെ കണ്ണിന് ചുറ്റും പിന്നെ പിമ്പിൾസ് വന്ന് പോയ മാർക്സിൻ്റെ അവിടെ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കൺസീൽ ചെയ്യാം. കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ലിക്വിഡ് ലൈറ്റ് വെയ്റ്റ് കൺസീലറാണ്. ഷെയ്ഡ് 04 ആണേ. ഇത് വലിയ വിലയൊന്നുമില്ല. ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരു 185 ആ ഒരു റേഞ്ചിലായിരുന്നു. അത്യാവശ്യം നല്ല കവറേജ് വരുന്ന നല്ലൊരു കൺസീലറായിട്ടോ. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഫൗണ്ടേഷൻ ഞാൻ തീരെ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. കാരണം എനിക്ക് എപ്പോൾ ഫൗണ്ടേഷൻ ഉപയോഗിച്ചാലും പിമ്പിൾസ് വരും. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡിൻ്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉപയോഗിക്കുന്നത് ലോട്ടസ് മേക്കപ്പിൻ്റെ നോർമൽ ടു ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള സാൻഡ് 310 എന്ന് പറഞ്ഞ ഷെയ്ഡ് വേരിയൻ്റ് ആണ്. ഞാൻ ഈ ഫൗണ്ടേഷൻ്റെ കൂടെ കുറച്ച് കൺസീലറും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഈ ഫൗണ്ടേഷൻ എനിക്ക് ഒരു ഷെയ്ഡ് ഡാർക്കും കൺസീലർ എനിക്ക് ഒരു ഷെയ്ഡ് ലൈറ്റുമാണ്. അപ്പം ഇത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കറക്റ്റ് ആ ഒരു ഷെയ്ഡ് പോലെയൊക്കെ വന്നെത്തിക്കുന്നത്. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ഈ ഐഷാഡോ പാലറ്റ് ഗ്ലാം 21 കോസ്മെറ്റിക്സിൻ്റെയാണ്. ഇതിൻ്റെ അകത്ത് 4 ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ലൈറ്റ് ബ്രൗണും ഡാർക്ക് ബ്രൗണും ആ ഒരു ബ്ലാക്ക് കളറുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ സാരിയിൽ ഒരു സിൽവറിഷ് കളറായതുകൊണ്ട് ആ ഗോൾഡൻ കളർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും ആ ഗോൾഡൻ ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ സാധാരണ നമ്മുടെ കടയിൽ കിട്ടുന്ന ഒരു ബ്ലാക്ക് ഐബ്രോ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ലാക്മേയുടെ ഐക്കോണിക് കാജലാണ് ഉപയോഗിക്കുന്നത്. ഇത് തന്നെ ഒന്ന് സ്മോക്കി ആയിട്ട് ഇങ്ങനെ കർബറ എഴുതി ഒന്ന് പരത്തി കൊടുത്ത് അങ്ങനെ എഴുതിയേക്കുന്നത്. എനിക്കങ്ങനെ ഡിഫൈൻഡ് ആയിട്ട് പെർഫെക്റ്റായിട്ട് എഴുതാൻ അറിയത്തില്ല. ഐലൈനർ എനിക്ക് പൊതുവേ ഉപയോഗിക്കാൻ അറിയുന്നില്ല. ഞാൻ കൺമഷി ഉപയോഗിച്ചാണ് എനിക്ക് പരിചയം. ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാൻ ഡാസ്ലറിൻ്റെ 2 ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ലിപ്പ് ലൈനർ പോലെ ഞാൻ ഉപയോഗിക്കുന്ന ഷെയ്ഡ് 025 ആണ്. അത് കുറച്ച് ബ്രൗണിഷ് ആണ്. പിന്നെ 41 ഷെയ്ഡാണ് ഞാൻ ഈ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു കുറച്ച് പിങ്കിഷ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇത് രണ്ടും കൂടെ നല്ല സ്യൂട്ടായി പോകും കേട്ടോ. ഇതാട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. ഇത് കറക്റ്റ് ഡേ ലൈറ്റിൽ മേക്കപ്പ് ഇട്ടപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഒരുപാട് അങ്ങ് മേക്കപ്പ് ആയിട്ടില്ല, സട്ടിലായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. പിന്നെ ഇത് ഞാൻ 14 അവേഴ്സിന് ശേഷമുള്ളതാണ്. ഒരുപാട് അങ്ങനെ മെസ്സി ആയിട്ടോ ഓയിലി ആയിട്ടോ ഒന്നും ഇരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ എത്രയേ ഉള്ളൂ.